എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ അസിസ്റ്റന്റ് ചേച്ചിയും സാക്കുറയും അവര് രണ്ടുപേരും ഇപ്പൊ ഹൊക്കാഗെ നോക്കി അങ്ങനെ ഇരിക്കും. സാക്കുറ പറയും ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ഹൊക്കാഗെ ആൾ എത്രയും പെട്ടെന്ന് റിക്കവറായി തിരികെ ലീഫ് വില്ലേജിലേക്ക് വരും. അപ്പൊ അവിടേക്ക് ഇപ്പൊ ചോച്ചിയും കുട്ടപ്പനും അവർക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ എടുത്തോണ്ട് അവിടേക്ക് വരും. അവിടെ എത്തിയ ഉടനെ ചോച്ചി ആവട്ടെ അവൻ തന്നെ ആ ഫുഡ് അത് മൊത്തം തിന്നു തീർക്കാൻ തുടങ്ങും. അത് കണ്ട് സാക്കുറ, ഓ ഇത് മുഴുവൻ നിനക്ക് തിന്നാനാണോ ഇവിടേക്ക് കൊണ്ടുവന്നേ? നിന്റെ ഈ വൃത്തികെട്ട സ്വഭാവം അത് ഇതുവരെ മാറിയില്ലേന്ന് ചോദിക്കുമ്പോ അതിന് ചോദിച്ചു പറയും, സോറി, ഞാൻ പഴയ ഓർമ്മയില് അറിയാതെ തിന്നു പോയതാണ്. അപ്പൊ കുട്ടപ്പൻ അവൻ ഒരുപാട് സമയം ഇപ്പൊ ഹൊക്കാഗെ ആന്റിയെ നോക്കി നിൽക്കും. എന്നിട്ട് നമ്മുടെ ആൾക്കാരോട് പറയും, എനിക്കിനിയും ഗ്രാമത്തില് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അവനിപ്പോ പുറത്തേക്ക് ഓടും. കുട്ടപ്പൻ അങ്ങനെ സ്മാർട്ടായിട്ട് ഓടുന്ന കാണുമ്പോ സാക്കുറയ്ക്ക് പഴയ കരപ്പനൊക്കെ പിടിച്ച് മൂക്കള ഒലിപ്പിച്ച് നടന്ന നമ്മുടെ കുട്ടപ്പന് ഓർമ്മ വരും. കട്ട് ചെയ്ത ഫ്ലാഷ് ബാക്കില് ഇപ്പൊ കുട്ടപ്പൻ അവന് കോൾഡ് വന്ന് അവൻ തുമ്മിക്കൊണ്ടിരിക്കും. അപ്പൊ എന്തൊക്കെയോ സാധനങ്ങൾ തെറിച്ച് എന്ന് ഇപ്പൊ സാക്കുറയുടെ മുഖത്ത് വീഴും. അവക്ക് കലി കയറി അവള് ചൂടാവും. കുട്ടപ്പൻ പേടിച്ച് അവന്റെ ട്രൗസറും പൊക്കി ഓടി വന്ന് ഇപ്പൊ ഹോട്ടലിലെത്തി ആ വാശിക്ക് ഇപ്പൊ ഒരുപാട് നൂഡിൽസ് തിന്നു തീർക്കും. ഹോട്ടലിലെ ചേട്ടൻ അവനോട് പറയും, നിനക്ക് നല്ല കോൾഡ് ഉണ്ട്, അതുകൊണ്ടൊരു ഇഞ്ചക്ഷൻ എടുത്തൂടെ? ഇഞ്ചക്ഷൻ കേട്ട പാടെ ഇപ്പൊ കുട്ടപ്പൻ തല കറങ്ങാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ കുട്ടപ്പൻ അവൻ സുഖമായിട്ട് രാത്രി കിടന്നുറങ്ങാണ്. അപ്പൊ അതേ സമയത്ത് ഒരുപാട് ആൾക്കാര് അവന്റെ വീടിന് ചുറ്റും ഇപ്പൊ റൗണ്ട് ചെയ്ത് നിൽക്കും. ആരൊക്കെയോ ചേർന്ന് ഒരുപാട് കല്ലുകൾ എറിഞ്ഞ് അവന്റെ വീടിന്റെ ജനല് അത് തകർത്ത് കളയും. ശബ്ദം കേട്ട് കുട്ടപ്പൻ ചാടി എഴുന്നേക്കും. പക്ഷെ അപ്പോഴേക്കും ഒരുപാട് ഇഞ്ചക്ഷൻസ് അവന് നേരെ പാഞ്ഞടുക്കും. കുട്ടപ്പൻ ചാടിയിട്ട്, ഇതാരാ ഇത്, ദയവ് ചെയ്ത് സിറിഞ്ച് മാത്രം എന്റെ നേർക്ക് വലിച്ചെറിയല്ലേ എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങി ഓടും. പക്ഷെ അവര് വിടില്ല. കുട്ടപ്പനെ ഫോക്കസ് ചെയ്ത് വീണ്ടും വീണ്ടും ഇഞ്ചക്ഷൻസ് വലിച്ചെറിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ക്ലോസ് ഷോട്ടില് ആ ഒരു ടീമിന്റെ നേതാവിനെ കാണിക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ അസിസ്റ്റന്റ് ചേച്ചി. കട്ട് ചെയ്ത സാക്കുറ ഇപ്പൊ ഹൊക്കാഗെയുടെ അടുത്തേക്ക് വരും. ഹൊക്കാഗ പറയും, ഗ്രാമത്തില് ഷിനോബീസ് വളരെ കുറവാണ്, അതുകൊണ്ടൊരു പ്രത്യേക മിഷന് നീ ഒറ്റയ്ക്ക് പോണം. അതിന് സാക്കുറ അവൾ ഓക്കെ ഒക്കെ പറഞ്ഞ് തലയാട്ടി ഇപ്പൊ തിരികെ നടക്കും. പക്ഷെ അപ്പോഴേക്കും അവള് തളർന്ന് താഴെ വീഴും. അസിസ്റ്റന്റ് ചേച്ചി അവളെ എടുക്കാനായിട്ട് ഓടിയെടുക്കും. അപ്പൊ ഹൊക്കാഗ, തൊട്ടുപോകരുത്, മാറി നിൽക്ക്, അവക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ ഹൊക്കാഗ സാക്കുറയോട് ചോദിക്കും, നിന്റെ ദേഹത്തേക്ക് ആരെങ്കിലും തുമ്മിയിരുന്നോ? അതിന് സാക്കുറ പറയും, അതെ, കുട്ടപ്പൻ അവനെന്റെ ദേഹത്തേക്ക് തുമ്മിയിരുന്നു. ഉടനെ ഹൊക്കാഗ ഇപ്പൊ അസിസ്റ്റന്റ് ചേച്ചിയോട് പറയും, ഇവളുടെ ബോഡിയിൽ എന്തോ ഒരു വൈറസ് കയറി നല്ല ഇൻഫെക്ഷൻ ആയിരിക്കാണ്, എത്രയും പെട്ടെന്ന് ഇവളെ അഡ്മിറ്റ് ചെയ്യണം. സാക്കുറെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഇപ്പൊ ഹൊക്കാഗ പറയും, അവൾക്ക് വയറുവേദന, തലവേദന, ശരീരവേദന എന്നിങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട്. അവളുടെ ബോഡിയിലെ വൈറസ് അതെന്താണെന്ന് ഉടനെ കണ്ടുപിടിക്കണം. അസിസ്റ്റന്റ് ചേച്ചിയോട് ഇപ്പൊ ഹൊക്കാഗ പറയും, ഇത് ചക്ര വൈറസ് ആണ്. ഇതെങ്ങനെയാണ് കുട്ടപ്പന്റെ ബോഡിയിൽ വന്നതെന്ന് ഒരു പിടിയുമില്ല. ഈ വൈറസ് അത് ബോഡിയിൽ പിടിച്ചു കഴിഞ്ഞാ പിന്നെ ചക്ര പവർ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഇത് വളരെ വേഗത്തില് അടുത്തുള്ള ആളുകളുടെ ബോഡിയിലേക്ക് സ്പ്രെഡ് ആവും. സോ എത്രയും പെട്ടെന്ന് കുട്ടപ്പനെ അവനെ ലോക്ക് ചെയ്ത് ഇവിടെ എത്തിക്കണം. സോ അങ്ങനെയാണ് അസിസ്റ്റന്റ് ചേച്ചിയും മിലിറ്ററി ഫോഴ്സും കുട്ടപ്പനെ പിടിക്കാനായി അവന്റെ പിന്നാലെ തന്നെ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നത്. കുട്ടപ്പനാണെ മനസ്സിലാവില്ല എന്താണ് നടക്കണെന്ന് പറഞ്ഞ് കുട്ടപ്പൻ അവനൊരു ഡ്രമ്മിന്റെ പിന്നിൽ ഒളിച്ചിരുന്ന് ഇപ്പൊ പതിയെ നടന്ന് അവൻ ഫുഡ് കഴിച്ച ആ ഒരു ഹോട്ടലിലേക്ക് എത്തും. ആ ഹോട്ടൽ ഉടമയെ കാണുമ്പോ കുട്ടപ്പൻ ടെൻഷനായിട്ട്, നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്നത് പേടിയാണെന്ന്, നിങ്ങൾ എന്റെ കാര്യം ഹൊക്കാഗെ അറിയിച്ചല്ലേ, അവരിപ്പോ ഇഞ്ചക്ഷനുമായിട്ട് എന്നെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ കുട്ടപ്പൻ ഹോട്ടലുകാരനോട് ചൂടാവുമ്പോ അതേ സമയത്ത് മിലിറ്ററി ഫോഴ്സ് ആ കട മുഴുവൻ ചുറ്റി കുട്ടപ്പന് നേർക്ക് വീണ്ടും ഇഞ്ചക്ഷൻ വലിച്ചെറിയും. കുട്ടപ്പൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തിരിഞ്ഞ് അവിടുന്ന് ഓടി രക്ഷപ്പെടും. ഇഞ്ചക്ഷൻ അങ്ങനെ പോയി ഇപ്പൊ ഹോട്ടൽ ഉടമയുടെ ബോഡിയിൽ തറച്ച് ആള് മയങ്ങി താഴെ വീഴും. കട്ട് ചെയ്ത കുട്ടപ്പൻ ഏതോ ഒരു വീടിന്റെ മച്ചിന്റെ മുകളില് അങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. കട്ട് ചെയ്ത ഹൊക്കാഗെ ആള് ദേഷ്യപ്പെട്ട് പറയും, സ്റ്റോപ്പ് ദ ഫക്ക്, നിങ്ങൾ ഇത്രയും നേരമായിട്ട് അവനെ പിടിച്ചില്ലേ? ആ ഒരു വൈറസ് അത് കൂടുതൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് അവനെ പിടിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ പതിയെ നേരം വെളുക്കും. കുട്ടപ്പൻ പതിയെ കണ്ണു തുറന്ന് ഇപ്പൊ ഗ്രാമത്തിലേക്ക് വരും. പക്ഷെ ഇപ്പോ ഗ്രാമം മുഴുവനായിട്ടും ലോക്ക്ഡൌൺ ചെയ്തിരിക്കുകയാണ്. അവൻ നടന്ന് നടന്ന് സാക്കുറയുടെ വീട്ടിലെത്തി ഡോർ നോക്ക് ചെയ്യും. പക്ഷെ നമ്മുടെ പെണ്ണ് അവൾ ഓൾറെഡി ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് തന്നെ അവിടെ ആരും തന്നെ ഇപ്പൊ ഡോർ തുറക്കാനായിട്ട് ഉണ്ടാവില്ല. അപ്പൊ അടുത്തൊരു ഇഞ്ചക്ഷൻ അത് തെറിച്ചു വന്ന്
കുട്ടപ്പനെ കുത്തി അങ്ങോട്ട് കയറും. പക്ഷെ അത് ആക്ച്വലി കുട്ടപ്പനല്ല, അവന്റെ വെറും ഒരു ക്ലൗൺ ആണ്. കുട്ടപ്പൻ സെക്കൻഡ് വെച്ച് അവനെ ഷൂട്ട് ചെയ്ത ആ ഒരാളുടെ തൊട്ടടുത്തെത്തി അവന്റെ മാസ്ക് അത് വലിച്ചൂരും. അവൻ ഷോക്കായി പോവും. കാരണം അത് ലീഫ് വില്ലേജിലെ ഒരു നിഞ്ചയാണ്. അവനെ കണ്ട് കുട്ടപ്പൻ ചോദിക്കും, നീ എന്തിനാ എന്നെ അറ്റാക്ക് ചെയ്യണേ? നീ ലീഫ് വില്ലേജിലെ ഒരു നിഞ്ചയല്ലേ? അതിനാവും പറയും, എന്നോട് ദേഷ്യം തോന്നരുത്, എന്നോട് ഹൊക്കാഗ പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പൊ ഗ്രാമത്തിലുള്ള ജനങ്ങള് അവരെല്ലാവരും ഇപ്പൊ എവിടെ പോയി? അതിനവൻ പേടിച്ചു പറയും, അവരെല്ലാവരെയും ഒരു പ്രത്യേക സ്ഥലത്ത് ഇവാക്യുവേറ്റ് ചെയ്തിരിക്കുകയാണ്. കൂടുതലായിട്ട് ഒന്നും തന്നെ എനിക്കറിയില്ല എന്ന് പറയുമ്പോ കുട്ടപ്പൻ ദേഷ്യപ്പെട്ട് പറയും, സത്യം പറഞ്ഞോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ തല്ലിക്കൊല്ലും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ഗ്രാമത്തിന്റെ മറ്റൊരു ഭാഗത്ത് ജനങ്ങളെ എല്ലാവരെയും ഇപ്പൊ ഇവാക്യുവേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോ ഒരു ഷിനോബി വിളിച്ചു പറയും, ആരും പേടിക്കേണ്ട ആവശ്യമില്ല, ഇനിയും കുറച്ച് മണിക്കൂറുകൾക്കുള്ളില് നിങ്ങൾക്ക് തിരികെ വീട്ടിലേക്ക് പോവാൻ കഴിയും. ഇവിടെ കുട്ടപ്പനെ കണ്ട് നിഞ്ച അവൻ പേടിച്ചു വരച്ച് അവൻ അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ പറയാൻ തുടങ്ങും. അപ്പൊ കറക്റ്റ് സമയത്ത് അസിസ്റ്റന്റ് ചേച്ചി ആള് ചാടി വീണ് ഇപ്പൊ ആ നിഞ്ചയെ മയക്കി കിടത്തി കുട്ടപ്പന്റെ അടുത്തേക്ക് പതിയെ നടന്നു വരും. അസിസ്റ്റന്റ് ചേച്ചി പറയും, ദയവേത് നീ ഓടരുത്, ഞാൻ പറയുന്ന കേൾക്കണം, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോണെന്ന് പറയുമ്പോഴേക്കും ഇപ്പൊ ഒരുപാട് ഗണ്ണ് കുട്ടപ്പനെ പോയിന്റ് ചെയ്യും. കുട്ടപ്പൻ ടെൻഷനായിട്ട് വീണ്ടും മുൻപോട്ട് എടുത്തു ചാടി ഓടും. അപ്പൊ ഹൊക്കാഗ അവളൊരു വലിയ ഡ്രമ്മുമായിട്ട് കുട്ടപ്പന്റെ മുൻപിലേക്ക് വരും. ഹൊക്കാഗ വിളിച്ചു പറയും, കുട്ടപ്പ ഓടരുത്, ഓടിയാൽ ഉറപ്പായിട്ടും നിന്നെ ഞാൻ കൊന്നു കളയുമെന്ന് പറഞ്ഞ് ആ ഡ്രമ്മില് ആഞ്ഞൊരടി. അപ്പൊ അതേ സമയത്ത് ഗ്രാമത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ഗണ്ണ് ഇപ്പൊ കുട്ടപ്പനെ പോയിന്റ് ചെയ്യും. പക്ഷെ കുട്ടപ്പൻ വിടില്ല. അവൻ അവന്റെ ഷാഡോ ക്ലൗഡ്സിനെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ അറഞ്ചം പുറഞ്ച ഓടുകയാണ്. അതിന് ഹൊക്കാഗെ ഇപ്പൊ 8th ഡയഗ്രാം ലോക്ക് ഉപയോഗിച്ച് ഗ്രാമത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും കുട്ടപ്പനെ ലോക്ക് ചെയ്യും. കുട്ടപ്പനാണെങ്കില് ഉച്ചത്തിൽ വിളിച്ചു കാറും. അവന്റെ ശബ്ദം കേട്ട് ചോച്ചി അവൻ അവിടേക്ക് എത്തും. കുട്ടപ്പൻ ചോച്ചിയോട് പറയും, ദയവ് ചെയ്ത് എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷിക്കണം. അതിന് ചോച്ചി പറയും, നീ എന്നോട് ക്ഷമിക്കണം, ഇത് ഹൊക്കാഗയുടെ ഓർഡറാണ്, എനിക്കിത് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവൻ ഹ്യൂമൻ ബോൾ ജിപ്സ് ഉപയോഗിച്ച് കുട്ടപ്പന്റെ ക്ലൗൺസിന്റെ മേലെ ഇപ്പൊ കയറി ഇറങ്ങും. ചോച്ചി വിളിച്ചു പറയും, ഇത് മുഴുവൻ അവന്റെ ക്ലൗൺസ് ആണ്, അവൻ രക്ഷപ്പെട്ടു പോയി. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് 10 അവൾ അവളുടെ പവർ വെച്ചും കുട്ടപ്പന്റെ ക്ലൗൺസിനെ അടിച്ചു തെറിപ്പിച്ച് റിയൽ കുട്ടപ്പനെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ അവൾക്കും റിയൽ കുട്ടപ്പനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. കട്ട് ചെയ്ത കിബ അവനും അവന്റെ പവർ വെച്ച് ഒരുപാട് ക്ലൗൺസിനെ അടിച്ചില്ലാതാക്കും. അവരുടെ ഇടയിലും റിയൽ കുട്ടപ്പനെ കണ്ടുപിടിക്കാനായിട്ട് അവനെ കൊണ്ട് സാധിക്കില്ല. അപ്പൊ അതേ സമയത്ത് നമ്മുടെ യഥാർത്ഥ കുട്ടപ്പൻ അവൻ ഓടി ഓടി ലീഫ് വില്ലേജിലെ ഹോസ്പിറ്റലിലേക്ക് തന്നെ ഇപ്പൊ കടന്നു വരും. അപ്പൊ ഹോസ്പിറ്റലിനുള്ളില് കുട്ടപ്പനെ കണ്ട ഷീനോ അവന്റെ ഇൻസെക്റ്റുകൾ ഉപയോഗിച്ച് കുട്ടപ്പനെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ കുട്ടപ്പൻ അവൻ തന്ത്രപരമായി രക്ഷപ്പെട്ട് സാസുകെ അഡ്മിറ്റ് ചെയ്ത റൂമിലേക്ക് ഇപ്പൊ ഓടി കയറി വരും. സാസുക ഷോക്കായിട്ട്, നീ എന്താ ഇവിടെ, നിനക്കെന്താ എന്റെ റൂമിൽ കാര്യം? അതിന് കുട്ടപ്പൻ പറയും, ദയവ് ചെയ്ത് എന്നെ രക്ഷിക്കണം, എല്ലാവരും ചേർന്ന് എന്നെ പിടിക്കാൻ ശ്രമിക്കുകയാണ്, എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂന്ന് പറയുമ്പോഴേക്കും സാസുക അവൻ ചാടി വന്ന് കുട്ടപ്പനെ ചവിട്ടി പുറത്താക്കും. അപ്പൊ കറക്റ്റ് സമയത്ത് ഹൊക്കാഗ വന്ന് കുട്ടപ്പനെ തൂക്കിയെടുത്ത് ഇപ്പൊ മടക്കി ലോക്ക് ചെയ്യും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ കുട്ടപ്പന് ട്രീറ്റ്മെന്റ് കൊടുത്ത് അവന്റെ ബോഡി ചെക്ക് ചെയ്യും. അസിസ്റ്റന്റ് ചേച്ചി ഹൊക്കാഗയോട് പറയും, ഞങ്ങൾ ഇവനെ മുഴുവനായിട്ട് ഒബ്സർവ് ചെയ്തു, ഇവന്റെ ബോഡിയിൽ യാതൊരു വൈറസും ഇല്ല, മാത്രമല്ല അവൻ തുമ്മാൻ കാരണം ഈ ഒരു മൂക്കുപൊടിയാണെന്ന് പറഞ്ഞ് ഒരു ബോട്ടിൽ എടുത്ത് കാണിക്കും. അതുമാത്രമല്ല സാക്കുറയുടെ ബോഡിയിലും ഒരു വൈറസും ഇല്ല, അവൾക്കും സാധാരണ തുമ്മൽ തന്നെയാണെന്ന് അസിസ്റ്റന്റ് ചേച്ചി പറയും. അപ്പൊ കുട്ടപ്പൻ അവൻ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ എപ്പോഴും എനിക്കിട്ട് ഇങ്ങനെ തന്നെയാണ് പണി തരിക, എന്നെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുത്തി, അതിന് സോറി പറയണമെന്ന് പറയുമ്പോ ഒക്കാക ആളത് മൈൻഡ് പോലും ചെയ്യാതെ ഇപ്പൊ അവിടുന്ന് കടന്നുപോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റില് സാക്കുറ ആവട്ടെ ഇതെല്ലാം ആലോചിച്ച് പൊട്ടിച്ചിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.